കേരളത്തിലെ മുടിചൂട മന്നന്മാരായ വീരശൂര പരാക്രമികളായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എന്താണ് പറ്റിയത്? കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് അവർ. വെറും പാർട്ടിയല്ല, കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. എന്നാൽ ഈ കേഡർ പ്രസ്ഥാനത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ആശങ്കിക്കുന്നു. അവർ BJPയുടെ വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംഘികളുടെ വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും CPMലെ തികഞ്ഞ ഇടതുപക്ഷ മനോഭാവമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിനെതിരാണ്, അംഗങ്ങൾ അതിനെതിരാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ പോലും അവരെല്ലാം നിസ്സഹായരായി പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം CPMൽ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും ഒടുവിൽ വൈസ് ചാൻസലർമാരുടെ കഥ നോക്കുക. പൂർണ്ണമായും പിണറായി വിജയന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെന്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. VCമാരുടെ സ്ഥാനത്തെത്തുമ്പോൾ, യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ പാർട്ടിയും ആ ഗവൺമെന്റും നിസ്സഹായരായി പോകുന്ന കാഴ്ച നാം കാണുന്നു. അവിടെ നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മുഴുസംഖ്യയായിട്ടുള്ള ഗവർണർ, ഇവരെല്ലാം തന്നെ വന്ന് ഭരണം നടത്തുമ്പോൾ അവർക്കനുസൃതമായി പ്രവർത്തിച്ചു കൊടുക്കുന്ന കുറെ VCമാർ അവിടെ കാണപ്പെടുന്നു. മോഹൻ കുന്നമ്മലാവട്ടെ, സിസി തോമസ് ആവട്ടെ, അതുപോലെ ഇനിയും എത്ര പേർ ഇതിനുള്ളിൽ മറഞ്ഞു കിടപ്പുണ്ട് എന്നറിയില്ല. അവരൊക്കെ തന്നെ ഗവൺമെന്റ് പറയുന്നതിനപ്പുറം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിനപ്പുറം അവർ പ്രവർത്തിക്കുന്നു. അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു. ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു, അവരുടെ അധികാരങ്ങൾ എടുത്തു കളയുന്നു, അവർക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ആകപ്പാടെ ഭരണസ്തംഭനം ഉണ്ടാക്കുന്നു. അങ്ങനെ ഭരണസ്തംഭനം ഉണ്ടാകുമ്പോൾ CPM പറയുന്നത് തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയായ SFIക്കാരോട് പോയി സമരം ചെയ്യൂ, പോയി ഗരാബോ ചെയ്യൂ, പോയി വഴിമുടക്കൂ, കുഴപ്പമുണ്ടാക്കൂ എന്നൊക്കെയാണ്. ആ ഒരു കുഴപ്പം, ആ ഒരു തെരുവ് യുദ്ധം നടത്താൻ അപ്പോൾ തന്നെ വിദ്യാർത്ഥി സംഘടന മുമ്പോട്ട് വരികയും ചെയ്യുന്നു. ഈ തെരുവ് യുദ്ധം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണോ സംഘീയ മനോഭാവമുള്ള VCമാർ ജനാധിപത്യ വിരുദ്ധമായിട്ട് സർവകലാശാലക്കുള്ളിൽ വന്ന് നിന്ന് പ്രവർത്തിക്കുന്നത്? ഏകാധിപത്യ മനോഭാവത്തോടുകൂടി കേരളത്തിൽ യഥാർത്ഥത്തിൽ ആൾതാമസമില്ലാത്ത, കേരളത്തിൽ യഥാർത്ഥത്തിൽ ജനപിന്തുണയില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ യൂണിവേഴ്സിറ്റികളിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്, അതിന് ഈ VCമാർക്ക് കഴിയുന്നത് എങ്ങനെ? ഈ ഗവൺമെന്റ് തന്നെയാണ് VCമാരെ നിയമിക്കാനുള്ള ഒരു അട്ടിപ്പേർ അവകാശം ഗവർണർക്ക് വകവെച്ചു കൊടുത്തത്. അതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് കാര്യമില്ല. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ വിദ്യാർത്ഥി സംഘടന പോയി കുഴപ്പമുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും അവരോട് നിങ്ങൾ സമരം ചെയ്യേണ്ട, നിങ്ങൾ VCയെ തടയേണ്ട, നിങ്ങൾ മറ്റുള്ളവരെ തടയേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ്. എന്താണ് ആ ഒത്തുതീർപ്പ്? രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി വകവെച്ചു കൊടുക്കാൻ തയ്യാറാവുന്നിടത്തോളം പോവുകയാണ് ആ ഒത്തുതീർപ്പ്. എന്ന് വെച്ചാൽ പൂർണ്ണമായും CPM അല്ലെങ്കിൽ CPM ഭരിക്കുന്ന ഗവൺമെന്റ് ഈ സംഘീയ മനോഭാവമുള്ള VCമാർക്ക് വഴങ്ങുന്നു, കീഴടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യക്ഷത്തിൽ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം. ജനങ്ങളുടെ അഭിലാഷം എന്താണ്? ആ അഭിലാഷത്തിനനുസരിച്ച് സംഘീയ വിരുദ്ധ വോട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഗവൺമെന്റിനെ അധികാരത്തിലേറ്റിയിരിക്കുന്നത്. എന്നാൽ ആ ഗവൺമെന്റ് ആകട്ടെ സംഘീയ താല്പര്യങ്ങൾ ഒളിഞ്ഞു കിടത്താനുള്ള ഒരു ആയുധമായി മാറുകയാണ്, അല്ലെങ്കിൽ ഒരു മീഡിയ ആയി മാറുകയാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിന് മുമ്പിൽ CPM നിസ്സഹായരാവുകയാണ്. അവരുടെ ശക്തരായ കേഡറുകൾ നിസ്സഹായരാവുകയാണ്. അവരുടെ നേതാക്കന്മാർ നിസ്സഹായരായി പോവുകയാണ്. ഈ ഒരു ചിത്രം കണ്ട് കേരളം യഥാർത്ഥത്തിൽ ഞെട്ടിവിറക്കുകയാണ്. MR അജിത് കുമാറിന്റെ വിഷയം നേരത്തെ PV അൻവർ CPMൽ നിന്ന് CPMന്റെ പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ ആ പാർട്ടിയോട് പിണങ്ങിപ്പോകാനും സ്വതന്ത്രനാവാനും പിന്നെ CPMനെതിരെ മത്സരിക്കാനും CPMനെ തോൽപ്പിക്കാനും നിലമ്പൂരിൽ തോൽപ്പിക്കാനും ഒക്കെയുള്ള കാരണമുണ്ടായത്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം MR അജിത് കുമാറിന്റെ സംഘീബന്ധമായിരുന്നു. MR അജിത് കുമാർ സംഘികൾക്ക് അനുകൂലമായി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു PV അൻവർ പുറത്തേക്ക് വന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ കാര്യമായിരുന്നു തൃശ്ശൂർ പൂരം കലക്കിയത്. കേരളത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലക്കാരുടെ ഏറ്റവും വൈകാരികമായ ഒരു ആഘോഷമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ പൂരത്തിന് എന്തെങ്കിലും പോറലുകൾ ഏൽക്കുന്നത് അവർക്ക് സഹിക്കുകയില്ല, തൃശ്ശൂരിലെ ജനങ്ങൾക്ക് സഹിക്കുകയില്ല.
അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ തൃശ്ശൂർ പൂരം കലക്കാൻ പോലീസിന്റെ എം.ആർ. അജിത് കുമാറിന്റെ പിന്തുണയോടുകൂടി സംഘികൾ ശ്രമിക്കുകയും അവിടേക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പിൽ അസാധ്യമായ ഒരു കാര്യം, കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിക്കുക എന്നുള്ള കാര്യം സാധിച്ചു. പി.വി. അൻവർ ഉന്നയിച്ച എന്താണോ അത് സത്യമാണെന്ന് വന്നിരിക്കുന്നു. CPIയുടെ MLA അത് അടിവരയിട്ട് സമ്മതിച്ചിരിക്കുന്നു. അതുപോലെ മറ്റ് പല റിപ്പോർട്ടുകളും ADGP കൊടുത്ത റിപ്പോർട്ടിലാവട്ടെ അത് വളരെ വ്യക്തമായിട്ട് എം.ആർ. അജിത് കുമാർ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതാണ് സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ CPM നിസ്സഹായരാകുന്നു? CPM തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കട്ടെ. അവരൊക്കെ സംഘി താല്പര്യങ്ങൾക്ക് എതിരെ എത്ര ശക്തമായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് അവരെ കണ്ടുപഠിക്കാൻ കഴിയും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കൊച്ചു കൊച്ചു താല്പര്യങ്ങൾക്ക് വേണ്ടി CPM എന്ന പ്രസ്ഥാനത്തെ തന്നെ ബലി കൊടുക്കുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ മനോഭാവമുള്ള ജനങ്ങളെ ഒന്നടങ്കം ബലിയാടാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയില്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതിനേക്കാൾ ദയനീയമായ പതനമായിരിക്കും CPMനെ കേരളത്തിൽ കാത്തിരിക്കുന്നത് എന്നത് സുതരാം വ്യക്തമാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.